ആഴ്ചവട്ടം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂൾ റാന്നി, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, ഫാത്തിം ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിജയമുദ്ര പതിപ്പിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ ടഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മികച്ച പ്രവർത്തനങ്ങളിലേക്ക്. LKG മുതൽ +2 വരെ എല്ലാ ക്ലാസുകളിലും ICR ക്രമീകരണം സജ്ജമാക്കിയിരിക്കുന്നു. ഹൈടെക് ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബുകൾ. പാല ബ്രില്യൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ എൻട്രൻസ് ക്ലാസുകൾ സിറ്റഡലിൽ നടത്തപ്പെടുന്നു. ആൺകുട്ടികൾക്കായുള്ള സിറ്റഡൽ സാന്റ് ജൂഡ് ഹോസ്റ്റൽ, പെൺകുട്ടികൾക്കായി സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിലുള്ള സെന്റ് ജോൺസ് ഹോസ്റ്റൽ സിറ്റഡൽ. എല്ലാ സ്ഥലങ്ങളിലേക്കും സ്കൂൾ ബസ്സുകൾ ക്രമീകരിച്ചു. സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, റാന്നി. പവിത്രം ജുവലേഴ്സ്, ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽ രഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ
8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476976. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. മഹത്തായ 30ാം വർഷത്തിലേക്ക് വെക്കേഷൻ ക്ലാസുകൾ 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഗോയിങ് ക്ലാസുകൾ, +1, +2 ട്യൂഷൻ ക്ലാസുകൾ 20/4/2015 ആരംഭിക്കുന്നു. മറ്റു ക്ലാസുകൾ +1, +2, BA, BCom, MA ആൻഡ് MCom. ഞങ്ങളുടെ പ്രത്യേകതകൾ: അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കുട്ടികൾക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ. KSRTC സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്, നല്ലവരാറ് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. കുന്നിക്കോട് ബിയർ വൈൻ പാർലർ അനുവദിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി അറിയാതെ NOC നൽകിയ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് രാജിവെച്ചു. എന്നാൽ പ്രസിഡന്റിന്റെ രാജി കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം. ഹോട്ടൽ ഉടമയെ സഹായിച്ച പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ആരും അറിയാതെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഒപ്പിട്ട് ബിയർ വൈൻ പാർലറിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ബാർ ഉടമയ്ക്ക് നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ അഴിമതി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഈ പ്രശ്നം അവസാനിക്കണമെങ്കിൽ നിയമപരമായി, അതായത് ജനാധിപത്യത്തെ തള്ളിപ്പറഞ്ഞ, ജനാധിപത്യത്തെ വഞ്ചിച്ച, വിളക്കുടി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ച, വിളക്കുടി പഞ്ചായത്ത് ഭരണസമിതിയെ വഞ്ചിച്ച പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിക്കുമെതിരെ നിയമപരമായ നടപടികൾ അത് സ്വീകരിക്കുന്നു അന്നല്ലാതെ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കില്ല. നേതാവിന് അങ്ങനെ പലതും പറയാം. ഇതിനിടയിൽ മുൻ പ്രസിഡന്റിന് പറയാനുള്ളത് കൂടി കേൾക്കാം. വിളക്കുടി പഞ്ചായത്തിലെ ഈ രോഹിണി ഹോട്ടൽ നമുക്ക് ബിയർ വൈൻ പാർലറിന് വേണ്ടി ഇവിടെ NOC സംബന്ധിച്ചുള്ള അപേക്ഷ തന്നിരുന്നു. ആ അപേക്ഷ നമ്മൾ ചർച്ച ചെയ്യുകയും നമ്മുടെ പഞ്ചായത്ത് മദ്യവിമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് അത് കൊടുക്കേണ്ടതെന്ന് തീരുമാനം എടുക്കുകയും അത് അങ്ങനെ തന്നെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹോട്ടൽ തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് സെക്രട്ടറി ഇത്തരത്തിലൊരു മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ളത്. സെക്രട്ടറി മാത്രമല്ലല്ലോ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്, പ്രസിഡന്റും ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ? ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്ന മിനിറ്റ്സുകൾ എല്ലാം ഒന്നും നമുക്ക് വായിച്ചു നോക്കാൻ പറ്റത്തില്ല. ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ തന്നെ 18-20 പേജുള്ള മിനിറ്റ്സാണ് വരുന്നത്.
അടിയന്തരമായി ഹൈക്കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തിരുന്നു. കേസിന് കൊടുക്കാൻ വേണ്ടി വക്കീലിന് കൊടുക്കാനാണ് അടിയന്തരമായിട്ട് ഈ മിനിറ്റ്സിനകത്ത് എനിക്ക് ഒപ്പിടേണ്ടി വന്നത്. ഞാൻ ഒപ്പിടുന്ന ഭാഗത്ത് വണ്ടിയുടെ ടയർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പം അത് ഞാൻ മിനിറ്റ്സ് ഒപ്പിട്ടെന്നുള്ളത് മാത്രം വാർത്തയുള്ളൂ. പിന്നെ വേറുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിലും എനിക്ക് യാതൊരു പങ്കുമില്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായാണ് എല്ലാം പുറത്തു വരുന്നത്. പ്രസിഡന്റിന്റെ പാർട്ടി നേതൃത്വത്തിന് പറയാനുള്ളത് കൂടി കേൾക്കാം. അപ്പോൾ സെക്രട്ടറി അന്വേഷിക്കപ്പെട്ടത് സെക്രട്ടറി മാത്രമാണോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ അതിൻ്റെ മിനിറ്റ്സിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒപ്പുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിയുകയും അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിനോടും ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരോടും ഞങ്ങൾ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇക്കാര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ പല മിനിറ്റ്സിൻ്റെ കൂടെ കൊണ്ടുവന്നപ്പം അറിയാതെ പറ്റിപ്പോയതാണ്, ഞാനത് അറിഞ്ഞില്ല എന്ന നിലപാടാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങളെടുത്തും ഞങ്ങളുടെ കമ്മിറ്റിയിലും പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സിനിമാ കഥ പോലെ കേൾക്കാൻ കൊള്ളാം. ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നയാൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാൻ യോഗ്യതയുണ്ടെന്ന് പാർട്ടി ഇനിയും വിശ്വസിക്കുന്നുണ്ടോ? അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതാണെങ്കിൽ ചെയ്തതെങ്കിൽ പോലും പ്രസിഡന്റ് അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആള് അറിയാതെ ചെയ്യാൻ പാടില്ല, അതിനൊരു ഉത്തരവാദിത്തമുണ്ട്, ഒപ്പിട്ട് കഴിഞ്ഞാൽ ചെയ്തതിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് നിങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രാഥമിക അന്വേഷണം, ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്തുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തൽക്കാല ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് നന്നായി. പ്രസിഡന്റിന്റെ രാജി ഒരു കണക്കിന് ആശ്വാസമായി പാർട്ടിക്കും സമരം ചെയ്ത മറ്റു പാർട്ടികൾക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നിരന്തരമായി സമരം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കാതെ വരുന്നു. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടി പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക, അത് ഞാൻ അതിനൊരു കഴിവാകരുത് എന്നെനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനിന്ന് രാവിലെ രാജിയുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ വെറുതെ അങ്ങ് രാജിവെച്ചു പോകാൻ തയ്യാറല്ല പ്രസിഡന്റ്. മുൻ പ്രസിഡന്റിന് കൂടി ഒരു പണി കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോക്ക്. CPIയുടെ സുലത രാജീവൻ പൈസ വാങ്ങിയതായിട്ടൊരു തെളിവ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം സുലത രാജീവന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ കൈപ്പറ്റിയിട്ടുള്ളതായിട്ട് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ തെളിവ്. അപ്പോൾ ഇത് മറച്ചു വെക്കാനാണോ അവർ സമരം ചെയ്തതെന്ന് എനിക്കിപ്പം ബോധ്യം. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുലത രാജീവൻ ഹോട്ടലുടമയിൽ നിന്നും 50,000 രൂപ കോഴ വാങ്ങിയതായി തെളിവുണ്ടെന്നാണ് മിനി ജോസ് പ്രകാശ് പറയുന്നത്. എന്ത് തെളിവുണ്ടായാലും സ്ഥാനം പോയില്ലേ? വിളക്കുടിയിൽ പ്രസിഡന്റിനെതിരെ പാർട്ടി ഭേദമില്ലാതെ എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ പത്തനാപുരത്ത് MLA KB ഗണേഷ് കുമാറിനെതിരെ യൂത്ത് കോൺഗ്രസ് ആണ് ഇത്തവണ രംഗത്ത് വന്നിരിക്കുന്നത്. താൻ മാത്രം നല്ലവനും ബാക്കിയുള്ളവർ അഴിമതിക്കാരനും എന്ന് ചിത്രീകരിക്കുന്ന ഗണേഷ് കുമാർ തൻ്റെ പൂർവ്വകാലം പരിശോധിക്കണം. ഇടമലയാർ കേസിൽ സുപ്രീം കോടതി ശിക്ഷിച്ച ബാലകൃഷ്ണപിള്ളയുടെ മകനായ ഇദ്ദേഹം ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് എന്ന് കഴിഞ്ഞ ദിവസം ലോകായുക്ത ഗണേഷ് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഈ നാട്ടിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അന്തരിച്ചുപോയ നടി ശ്രീവിദ്യയുടെ സ്വപ്ന പദ്ധതിയായ നൃത്തകലാക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ
തൻ്റെ വിശ്വസ്തനായ ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ സ്വപ്നം ഇന്നും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ നടത്തിയ പ്രസ്താവനകളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം എന്ന സ്ഥലത്ത് കൊട്ടാര സദൃശമായ ആഡംബരമായിട്ടുള്ള ഒരു വീട്, ബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം, ഏകദേശം 4.5 കോടി രൂപയ്ക്ക് പത്തനാപുരം MLA സ്വന്തമാക്കിയിരിക്കുകയാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരാമത്ത് പണികളിലൊക്കെയും വ്യാപകമായ അഴിമതികളാണ് നടന്നിട്ടുള്ളത്. ഗണേഷ് കുമാർ 2002 ഗതാഗത മന്ത്രിയായിരിക്കെ മോട്ടോർ വാഹന വകുപ്പിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിൽ ഏകദേശം 50ഓളം ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടി ആളൊന്നിന് 5 ലക്ഷം രൂപ വീതം തട്ടിയെടുക്കുകയും പിന്നീട് ബാലകൃഷ്ണപിള്ളയും മകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ആ നിയമനം നടക്കാതെ വന്നപ്പോൾ ആ ഉദ്യോഗാർത്ഥികൾ കേരള ഹൈക്കോടതിയിൽ പോയി OP ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഉദ്യോഗം നേടിയെടുത്തത് എന്ന ചരിത്രം പത്തനാപുരത്തെ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം ഒരുപക്ഷെ ശരിയായിരിക്കും. പക്ഷേ 2002 നടന്ന സംഭവം ഇപ്പോഴാണോ നിങ്ങൾ വിവാദമാക്കുന്നത്? അതോ 13 വർഷങ്ങൾ കടന്നുപോയത് താങ്കൾ അറിഞ്ഞില്ലേ? സ്ഥാപനങ്ങളിലായാലും ഒക്കെ വ്യാപകമായിട്ട് അഴിമതിയിലൂടെ, സ്വജനപക്ഷപാതത്തിലൂടെ അഴിമതി പണം കൈപ്പറ്റിക്കൊണ്ട് നിയമനം നടത്തുന്ന ഒരു സാഹചര്യം പത്തനാപുരം MLAയും അദ്ദേഹത്തിൻ്റെ ഓഫീസും സ്വീകരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പ് പത്തനാപുരം MLA ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ യാമിനി തങ്കച്ചിയും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവിടെ പത്തനാപുരത്തെ LDF നേതൃത്വം ആത്മാഭിമാന സംരക്ഷണ ചങ്ങല സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് അത്തരത്തിൽ ആത്മാഭിമാന സംരക്ഷണ ചങ്ങല സംഘടിപ്പിച്ച LDF നേതൃത്വം ഇന്ന് പത്തനാപുരം MLA സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പത്തനാപുരം MLAയോട് അവർക്കിന്ന് കൂറും മിതത്വവും പാലിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും അദ്ദേഹവുമായി വേദി പങ്കിടുകയും മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്നും ഇവിടുത്തെ ഓരോ മാധ്യമപ്രവർത്തകർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് LDF ഗണേശനെതിരെ തിരിഞ്ഞപ്പോൾ സംരക്ഷിച്ചത് നിങ്ങളല്ലേ? അതോ അതും മറന്നുപോയോ? രാഷ്ട്രീയ ശത്രുവിനെ കൂടെ കൂട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീരാത്ത തലവേദനയായി മാറുമെന്നും യൂത്ത് കോൺഗ്രസ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. CPM-നെതിരെയുള്ള അപവാദ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അവസാനിപ്പിക്കണം. ഇതാണ് ആദ്യമേ നമുക്ക് പറയാനുള്ളത്. മുന്നറിയിപ്പും ആക്ഷേപങ്ങളുമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയൊരു നല്ല വാർത്ത കാണാം. സംസ്ഥാനത്തെ മികച്ച താലൂക്ക് ആശുപത്രി എന്ന പേരെടുത്ത പുനലൂർ താലൂക്ക് ആശുപത്രി വീണ്ടും മാതൃകയാകുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഓക്സിജൻ ജനറേറ്റർ സ്ഥാപിച്ച ആശുപത്രി എന്ന പേരോടെയാണ് ഇത്തവണ താലൂക്ക് ആശുപത്രി മാതൃകയാകുന്നത്. ആതുര സേവന രംഗത്ത് അത്ഭുതാപഹമായ മുന്നേറ്റം നടത്തി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുകയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. പരിമിതികളിലും പരാധീനതകളിലും നട്ടം തിരിഞ്ഞ ഈ പൊതുമേഖലാ സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന കെട്ടിലും മട്ടിലും ഉയർന്നത്. ജീവനക്കാരുടെ അർപ്പണബോധവും ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും പിന്തുണയും ആശുപത്രിയുടെ വളർച്ചയുടെ പ്രധാന ഘടകമാകുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഓക്സിജൻ ജനറേറ്റർ സ്ഥാപിച്ച് വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. പാരീസ് ആസ്ഥാനമായുള്ള ഓക്സി പ്ലാന്റ് എന്ന കമ്പനിയുടെ സഹായത്തോടെയാണ് പ്ലാന്റ് സജ്ജമാക്കിയിരിക്കുന്നത്. വായുവിലുള്ള ഓക്സിജൻ തരംതിരിച്ച് 99% സ്വാഭാവിക ഓക്സിജൻ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനം വഴി കിടക്കിക്കരികിൽ എത്തിക്കുകയാണ് പദ്ധതിയെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ പറഞ്ഞു. ഇത് ഓക്സി പ്ലസ് എന്ന് പേരിട്ടിട്ടുള്ള ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള പാരീസ് ആസ്ഥാന ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഇവിടെ നിലവിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ രോഗികൾക്കെല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ട് ഓക്സിജൻ നൽകാനുള്ള കിടക്കിക്കരികിൽ നൽകാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്ന വേറൊന്നുമല്ല, അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ നമ്മൾ തരംതിരിച്ച് വായുവിലുള്ള ഓക്സിജനെ തരംതിരിച്ച് 99% ഓക്സിജൻ രോഗികളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംവിധാനം. നമ്മുടെ സാധാരണ അന്തരീക്ഷ വായുവിൽ 21% ഓക്സിജനും 78% നൈട്രജനും ബാക്കി 1% മറ്റ് വാതകങ്ങളും ഒക്കെയാണ്. ഇതിൽ നിന്നുള്ള ഈ നൈട്രജനെയും മറ്റ് വാതകങ്ങളെയും തരംതിരിച്ച് മാറ്റിയിട്ട് 100 അല്ലെങ്കിൽ 99% വരെ സമ്പുഷ്ടമായ സ്വാഭാവിക ഓക്സിജൻ രോഗികളുടെ അടുത്തേക്ക് സമൃദ്ധമായിട്ട് ആവശ്യാനുസരണം എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഇത് ലോകത്ത് തന്നെ 300ാമത്തെ പ്ലാന്റാണ് ഇന്ന് ഇവിടെ പുനലൂർ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ 6 പ്ലാന്റാണ് ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് 21ാം നൂറ്റാണ്ടിലെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ഈ സംവിധാനം. കേരളത്തിലെ ആദ്യത്തെ പ്ലാന്റാണ്.
ഈ സംവിധാനം ഈ പൊതുമേഖലയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാന്റാണ് നമ്മുടെ ഈ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഓക്സിജൻ പാർലർ എന്ന് പേരിട്ടുള്ള ഓക്സിജൻ പ്ലാന്റ്. ഇതിന് വിദേശ മാർക്കറ്റിൽ ഏകദേശം ഈ പ്ലാന്റ് വളരെ സമൃദ്ധമായിട്ടുള്ള പ്ലാന്റാണ്. വിദേശ മാർക്കറ്റിൽ ഏകദേശം 45 ലക്ഷം രൂപ വില വരുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇവിടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള 15.5 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ്. ഒരു വർഷം ശരാശരി സംസ്ഥാന ആരോഗ്യവകുപ്പ് ഈ ആശുപത്രിക്ക് വേണ്ടി ഓക്സിജൻ വാങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപ ചെലവഴിക്കുന്നുണ്ട്. ഇത് ഏകദേശം 21 സിലിണ്ടർ ഒരു ദിവസം നൽകാൻ കഴിയുള്ള അത്ര വലിയ ബൃഹത്തായ പ്ലാന്റാണ്. സമൃദ്ധമായിട്ട് ഇനി ഓക്സിജൻ കിട്ടും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ 2 വർഷം കൊണ്ട് തന്നെ ഇതിന് വേണ്ടി നമ്മൾ ഓക്സിജന് വേണ്ടി ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി ചെലവഴിച്ച തുക നമുക്ക് തിരിച്ചു മടക്കി കിട്ടുകയാണ്. ഓക്സിജൻ പാർലർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ പ്ലാന്റ് ലോകത്തിൽ 300ാമത്തേതും പൊതുമേഖലയിൽ ഇന്ത്യയിൽ ആദ്യത്തേതും സംസ്ഥാനത്തെ ആദ്യത്തേതുമാണ്. 45 ലക്ഷം രൂപ ചെലവ് വരുന്ന പ്ലാന്റ് 15.5 ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ സ്ഥാപിച്ചത്. പ്രതിവർഷം 6 ലക്ഷം രൂപ ഓക്സിജൻ വാങ്ങുന്നതിനായി ഒരു താലൂക്ക് ആശുപത്രിക്ക് ആരോഗ്യവകുപ്പ് ചെലവഴിക്കുമ്പോൾ ചുരുങ്ങിയ ചെലവിൽ സ്വാഭാവിക ഓക്സിജൻ നിർമ്മിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. അഴിമതിക്കഥയും ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെയായി എത്തിയ ഈ ആഴ്ചത്തെ ആഴ്ചവട്ടം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ നേരം പോക്കുകളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നല്ല നമസ്കാരം. ആര് പറഞ്ഞാലും നേര് പറയണം, മുഴുന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാറ് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടൊരു കൈലാസം. Costume courtesy Awesome Gents Beauty Chamandar Punalur. Elegant Events and Caterers, പത്തനാപുരം. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. Sanitary and bathroom fittings, tiles, Parryware, Crystal Bath Gallery, electrical goods, fancy ലൈറ്റുകൾ, Panasonic AC-യുടെ അംഗീകൃത ഡീലർ. Phenolix പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. ഫാത്തിൻ ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ്, TB ജംഗ്ഷൻ, പുനലൂർ. വെജ് ആൻഡ് നോൺ വെജ് ഫുഡ്സ്, ഔട്ട്ഡോർ ആൻഡ് ഹോം ഡെലിവറി, കർട്ടൻസ്, പന്തൽ വർക്കുകൾ, ഡെക്കറേഷൻ എന്നിവയും. ആഘോഷങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ. ഫാത്തിൻ ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ്, ഐക്കരക്കോണം റോഡ്, നിയർ ബഥനി സ്കൂൾ, TB ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 9388076665, 0475320665. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ
സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475226636. ആഴ്ചവട്ടം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വിജയകൃഷ്ണ ജുവലേഴ്സ്, BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, ആസ് പ്യൂർ ആസ് യുവർ ലവ്. കടവിൽ ബാബു ആൻഡ് കമ്പനി. ഫാത്തിൻ ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പുനലൂർ. ഇടിമണിക്കൽ ജുവലറി, അതാ ബുദ്ധി. ജോസ് ടെക്സ്റ്റൈൽസ്, പുനലൂർ, പരുത്തിപ്പാറ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, പുനലൂർ. ഇംപീരിയൽ ബേക്കേഴ്സ്, പവർ ഹൗസ് ജംഗ്ഷൻ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആൻഡ് ചെമ്മന്തൂർ, പുനലൂർ.